കൊച്ചിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൗഹൃദ കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 3 മണിക്ക് മറൈൻ ഡ്രൈവിൽ ഒത്തുചേരുമെന്നാണ് അറിയിപ്പ്. ടെലിഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ ആഹ്വാനം വന്നത്. യോഗത്തിന്റെ അജണ്ടയടക്കം അറിയിച്ച് ടെലിഗ്രാമിൽ സന്ദേശം പ്രത്യക്ഷപ്പെട്ടു. സമാധാനപരമായ കൂടിക്കാഴ്ചയെന്നാണ് സന്ദേശം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇന്ത്യൻ രാഷ്ട്രീയം കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് കോക്രോച്ച്. എന്താണെങ്കിലും കൊച്ചിയിൽ അത്തരം ഒരു കൂട്ടായ്മ നടക്കുന്നു എന്ന് പറയുന്നു. അതിൽ എങ്ങനെയാണ് ഇപ്പോൾ പോലീസിനൊക്കെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണോ നടക്കുന്നത്? എൽദോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പോലീസിനൊരു ഔദ്യോഗിക അറിയിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. മാത്രവുമല്ല, ഇതിൽ എത്രത്തോളം പേര്, അതിൽ നിലവിലെ ഒരു 14 പേരുടെ ഒരു രീതിയിലാണ് സംഘടിക്കുന്നു എന്ന രീതിയിലാണ് ടെലിഗ്രാം അക്കൗണ്ട് അടക്കം പരിശോധിക്കുമ്പോൾ അത്രത്തോളം പേരുടെ ഒരു പങ്കാളിത്ത സ്വഭാവമാണ് അതിന് കാണുന്നത്. പക്ഷെ നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ അറിയാം. അതിലെ ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രകാരം അഴിമതിക്കെതിരെയുള്ള യുവജന കൂട്ടായ്മ, അങ്ങനെ പല കാര്യങ്ങളുമെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട്. ഇതൊരു സൗഹൃദപരമായ ഒത്തുചേരൽ മാത്രമാണ്, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ടെലിഗ്രാം അക്കൗണ്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊരു കൂടിച്ചേരൽ മാത്രമാണ്, പരസ്പരം പരിചയപ്പെടുക, ആരൊക്കെയുണ്ട്, ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നത് തികച്ചും സൗഹൃദപരമായ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ഥലം പിന്നീട് അറിയിക്കുമെന്നാണ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയിക്കുമെന്നാണ്. ഇപ്പോഴത് മറൈൻ ഡ്രൈവ് എന്ന് കേന്ദ്രീകരിച്ചാണ് എന്നതാണ് പറയുന്നത്. ഇതിൽ അങ്ങനെ ആരൊക്കെ വരുന്നു ചേരുന്നു എന്നത് സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള ഒരു അറിയിപ്പുമില്ല. അതിലൂടെ താല്പര്യമുള്ളവർക്ക് ഇവിടേക്ക് വരാമെന്ന രീതിയിലുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത് ഈ CJPയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു നിയതമായ രൂപമോ കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ആരിതിൻ്റെ ഒരു സംഘാടകത്വ സ്ഥാനത്തിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളോ ഒന്നും വ്യക്തവുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ മറ്റു പലയിടങ്ങളിലും നടക്കുന്ന കൂട്ടായ്മകളെ അനുകരിച്ചുകൊണ്ട് വരുന്നതാണോ എന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു ആധികാരികത സംബന്ധിച്ച് പോലീസിനും അടക്കം ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഒരു അറിയിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്. എങ്കിൽ കൂടിയും അത് പൊതുവിൽ പലയിടങ്ങളിലും ഇത്തരം ഒത്തുചേരലുകളുടെ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്ന് ഉള്ള ഒരു വിശകലനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വരും മണിക്കൂറിൽ കുറച്ചുകൂടി ഒരു വ്യക്തതയിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കൂട്ടായ്മ നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ആണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുമെന്നതും അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കൗതുകരമായിട്ടുള്ള കാര്യമാണ്. മറൈൻ ഡ്രൈവിൽ ഇന്ന് ആ കോക്രോച്ച് പാർട്ടിയുടെ ആളുകൾ ഒത്തുകൂടുമോ, അല്ലെങ്കിൽ അതാരാണ് ഇതിന് പിന്നിലെന്ന് പോലും വ്യക്തതയില്ല. ആരാണ് ഇതിനെ സംഘടിപ്പിക്കുന്നത്, നേതൃത്വം നൽകുന്നത്, കേരളത്തിൽ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയോ അറിയിപ്പോ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് 3 മണിക്കുണ്ട് എന്നൊരു സന്ദേശം ഇങ്ങനെ ടെലിഗ്രാമിൽ ഓടുന്നുണ്ട്. നോക്കാം അത് ഉള്ളത് തന്നെയാണോ, ക്രെഡിബിൾ ആണോ എന്നൊക്കെ.